Boeing, co-powered by Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, വണക്കം, സ്വാഗതം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boeing, Boeing. സാധാരണ ബോയിങ്ങിന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഓരോരോ ആഗ്രഹങ്ങളാണ്. പല ആൾക്കാർക്കും പല രീതിയിലാണ് ആഗ്രഹം. ചില ആൾക്കാർക്ക് നമ്മുടെ സെറ്റ് കാണാനുള്ള താല്പര്യം, ചില ആൾക്കാർക്ക് മത്സരിക്കാനുള്ള താല്പര്യം, ചില ആൾക്കാർക്ക് എപ്പോഴും അറിയാം ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് എന്നെ കാണാനുള്ള ഒരു താല്പര്യം. അത് ഇച്ചിരി വലിയ തള്ളായി. ഇപ്പൊ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് തള്ളു തുടങ്ങിയല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു പ്രണയം തകർന്ന ദിവസമായിരുന്നു. പൊതുവെ എല്ലാ ചെറുപ്പക്കാരും ആദ്യം പ്രണയം തുടങ്ങുന്ന ദിവസവും തകർന്ന ദിവസം നല്ല ഓർമ്മയുണ്ടാവും. അപ്പോ ആദ്യത്തെ ബ്രേക്കപ്പിന്റെ ആ ഒരു ഓർമ്മയിൽ ഇന്ന് എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ. നീ ഈ തകർച്ച പറഞ്ഞ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോഴേ എന്നെ തകർക്കല്ലേ? അല്ല, ഇത് ഞാൻ ആദ്യമേ ഒരു ക്ലൂ തരാണ്. നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറയാൻ ഒരു ക്ലൂ തരാണ്. നിന്റെ ഗ്രൂപ്പിൽ ഇന്ന് കുറച്ച് നല്ല സുന്ദരിമാരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ആ പഴയ പ്രണയ പരാജയത്തിന്റെ ആ ഒരു എഫക്ട്, ആ നിന്റെ കോഴി സ്വഭാവം തുടക്കത്തിലല്ല. കോഴി സ്വഭാവം അല്ല, അവരോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഞാൻ ഇടപെടാൻ സാധ്യതയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ ആദ്യത്തെ എപ്പിസോഡ് വന്നപ്പോഴേ ഞാൻ നിന്നെ കൊണ്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യിച്ചു. ആ എഗ്രിമെന്റിന്റെ പുറത്താണോ നീ ഇത് ആലോചിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത്? കുറെ കാലമായി എഗ്രിമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം എഗ്രിമെന്റ് എടുത്തില്ല, കാരണം കുറച്ച് ദിവസം നിന്റെ സ്വഭാവം നല്ലതായിരുന്നു. പക്ഷേ ഈ വരുന്ന എപ്പിസോഡുകൾ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം ഇവന്റെ സ്വഭാവം ഇച്ചിരി പെൺകുട്ടികളായിട്ട് കുറച്ച് ഒലിപ്പീര് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. നീ എഗ്രിമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഞാൻ ഇട്ടത്. ഇന്ന് ഞാൻ പരസ്യമായിട്ട് നിന്റെ ടീമിലുള്ള പെൺകുട്ടികളുടെ കൂടെ തുള്ളി ചാടി തിമിർക്കും. നീ അത് കണ്ടോണ്ടിരിക്കും. അപ്പൊ നിന്റെ പെൺകുട്ടികളെ വിളിക്കൂ. Let's welcome the lovely girl from Team. ഹലോ, ഒരു സെക്കൻഡ്. അത് ശരിയാവില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഈ എഗ്രിമെന്റ് കാര്യം. കാരണം നിന്നെ ഇന്ന് മറ്റേ കാളെ കയറഴിച്ചു വിട്ട പോലെ. അല്ല, ഒരു സംഭവമുണ്ട്. ഈ കുട്ടി എനിക്കറിയാം. ഏത് കുട്ടിയെ? ഈ കുട്ടിയെ ഇങ്ങോട്ട് വാ. ഇവിടെ ചോദിക്കട്ടോ. അറിയോ? അല്ല, അങ്ങനെ എന്റെ 8ാമത്തെ ലവറിന് ഈ കുട്ടിയുടെ കട്ടുണ്ട്. ഈ കുട്ടിയുടെ കട്ടുണ്ട് റിയലി. പക്ഷെ ആ കുട്ടിയുടെ കണ്ണ് കുറച്ച് നല്ലതായിരുന്നു. ഇവന്റെ പല്ലടിച്ച് ഇപ്പൊ ഇടണോ അത് അവസാനം ഇട്ടാ വേണ്ട? ഇങ്ങോട്ട് അവൾക്ക് എന്റെ 10ാമത്തെ കമുകിയുടെ ലുക്ക് ഉണ്ട് കേട്ടോ. ഹലോ, കണ്ടല്ലോ 18ാമത്തെ. ഇത് കണ്ടല്ലോ. നീ ഒന്ന് പോയേ. നിന്റെ ഒരു എഗ്രിമെന്റ് നീ കുറെ ദിവസം ഇത് കൊണ്ട് നടക്കുന്നത്. നീ എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം കാണിച്ചിട്ട് എന്നെ ഒന്നും ആക്കാൻ നോക്കണ്ട. ഇന്ന് നടക്കൂല. കുറെ ആഴ്ചയായി നീ ഇതും പറഞ്ഞിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നു. മോനെ സൂരജ്, ഈ എഗ്രിമെന്റ് കെട്ട് ഞാൻ ഇന്ന് ലാസ്റ്റ് അഴിക്കും, ഇത് വായിക്കും. അപ്പൊ നീ വലിച്ചെറിഞ്ഞ എഗ്രിമെന്റ് ഉള്ള നീ ഞെട്ടും. കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരും ഈ എപ്പിസോഡിന്റെ അവസാനം വരെ കാണണം. ഇവൻ ഇത് തുറക്കുമ്പോ ഞെട്ടാൻ പോകുന്ന ആരാണെന്ന് നിങ്ങൾ കാണണം. സൂരജ്, ഈ ഡ്രസ്സ് ഇട്ടപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇന്നൊരു ഡ്രാക്കുള ആയിട്ടാണ് വരുന്നത്. ഈ കുട്ടികളുള്ളതുകൊണ്ട് നീ ഇവരുടെ രക്തം കുടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഡ്രാക്കുള ആകാൻ പോകുന്നത് നിന്നോടാണ്. ഞാൻ ഇന്ന് റൊമാൻറ്റിക് ഡ്രാക്കുളയാണ്. ഞാൻ ചോദിക്കട്ടെ, നീ വന്ന നേരം കൊണ്ട് ചാരുന്നത് ഇങ്ങോട്ടാണ് ടീമേ. ഇതെന്താ ഇവരെ ചുമ്മാ കൊണ്ട് നിർത്തിക്കല്ല? നിങ്ങള് നമ്മുടെ ടീമാണ്. നിങ്ങൾ എന്റെ പെങ്ങന്മാരാണ്. അപ്പൊ ഇത് കുട്ടികളാണ് നിങ്ങൾ. എന്റെ മക്കളാണ് നിങ്ങൾ. അവരങ്ങനെ വിളിച്ചോളൂ. ഇത് നിന്റെ പെങ്ങന്മാരല്ല? അല്ല, ഇവർ നിന്റെ ടീം. നീ കൊണ്ടുവന്ന ആൾക്കാർ. അവര് ഞാൻ പറഞ്ഞില്ല, ഇതെന്റെ 8ാമത്തേത്, അതെന്റെ 10ാമത്തേത്. എന്റെ ടീമായിട്ട് നിനക്ക് കയറി മേയാന്ന് വിചാരിച്ചോ? Let's see, man. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ലെറ്റ്സ് സീ നമുക്ക് വഴിയെ കാണാം. ടീം എക്ക് ലെഫ്റ്റ് സൈഡ് പോകാം, ടീം ബിക്ക് റൈറ്റ് സൈഡ് പോകാം. മാമന്റെ കുട്ടികൾക്ക് നല്ല സീറ്റാണ് കേട്ടോ. പോയിരുന്നോ? പോയിക്കോ. സൂരജ്, നിന്റെ ആ ഒരു പെർഫോമൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇഷ്ടപ്പെടണ്ടേ? നീ കുറെ ദിവസമല്ലേ എഗ്രിമെന്റ് കൊണ്ട് നടക്കുന്നത്. ഇന്ന് എന്റെ ദിവസമാണ്. ഞാൻ അർമാദിക്കുന്ന ദിവസമാണ്. അപ്പൊ നമുക്ക് ആദ്യം ടീം എയിൽ നിന്ന് പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം ആലീസ്. ആലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടുവിധം മലയാളികൾക്ക് എല്ലാം അറിയാം. കാരണം ആലീസ് മിനി സ്ക്രീനിൽ ഒരുവിധം എല്ലാ നല്ല സീരിയൽ ചെയ്തിട്ടുണ്ട്. ആലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഒരു ഹിറ്റ് സീരിയൽ എന്റെ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചത് ആലീസാണ്. ആലീസ്, പെങ്ങൾക്കുട്ടി, പറയൂ. അതിന്റെ ഇടയിലൂടെ എന്റെ സീരിയൽ തള്ളി. പറയൂ. ഞാൻ ദീപൻ ചേട്ടനായിട്ട് എന്റെ ബ്രദർ എന്റെ ക്യാരക്ടറാണ് ദീപൻ ചേട്ടൻ. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുട്ടി ഇവന്റെ സഹോദരിയാണ്. നിങ്ങൾ സഹോദരന്മാരാണ്. ടീം എയിൽ നിന്ന് ലെറ്റ്സ് വെൽക്കം മെറിൻ. മെറിൻ, പറയൂ, എന്തായിരുന്നു നമ്മുടെ ഷോയിൽ വരാനുള്ള കാരണം? എനിക്ക് പൊതുവെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രൊഫഷണലി ഐ എം എ ജേർണലിസ്റ്റ്.
ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൽ വർക്ക് ചെയ്യാണ് ഓ, Very ഇന്ത്യൻ good, very good. എക്സ്പ്രസ്. പിന്നെ ഒരു ക്ലാസിക്കൽ സിംഗർ ആണ് ക്ലാസിക്കൽ സിംഗർ ആണ്. ഇത് പിടിച്ചോ. കർണാട്ടിക് ഡാൻസർ ആണ് സരി സ സരി സ സരി സ സരി സരി രി നി നി രി രി നി നി മഗരി ഗരി. സരി ഗ ഗ സരി രി ഗ ഗ മ മരി രി ഗ ഗ മ മരി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ഗ മ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മതി മതി ഇവന്റെ ഷഡ്ജം കീറി. ഞാൻ കീറി. ഞാൻ ഇവന്റെ ഷഡ്ജം വിട്ടു, വലിച്ച് കീറി. വിട്ടു. Very good. ഇല്ല. നമുക്ക് അടുത്ത് പരിചയപ്പെടാം. ലെറ്റ്സ് വെൽക്കം ഐശ്വര്യ. ഐശ്വര്യ, ടെൽ മീ യു ആർ കമ്മിങ് ഫ്രം I'm coming from Chennai. ചെന്നൈ ആണ്. ചെന്നൈയിൽ വർക്ക് பண்ணிட்டு I'm doing engineering. ഇനി എന്റെ ടീമിലേക്ക് കടക്കട്ടെ ഞാൻ. ആ. ഫസ്റ്റ് ഇതേ ആ ഇരിക്കുന്ന സുന്ദരിയാണ് ശ്രീനിധി. ഭയങ്കര ശ്രീത്വം നിറഞ്ഞ മുഖം. കൊടുക്കൂ ശ്രീനിധി. പേരിൽ തന്നെ നിധിയുള്ള ആളാണ്. കുടുംബത്തിൽ നിധിയുണ്ടോ? ഒന്നുമില്ലേ? അങ്ങനല്ല നിങ്ങളെന്തെങ്കിലും ചോദിക്കും ഞാൻ പറയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമ്മായിയുടെ കുഞ്ഞമ്മയുടെ മോളുടെ പേരെന്താ? എനിക്കറിയത്തില്ല. അപ്പൊ നീ ഒന്ന് പറഞ്ഞു ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടിട്ട ട്രോളാണ്. ആ കുട്ടിയുടെ പേരാണ് വിലാസിനി ക്ലിപ്റ്റോപാട്ര. ഓക്കെ, ശ്രീനിധി പറയൂ. ശ്രീനിധി എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു തമിഴ് സീരിയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെന്താ മലയാളത്തിൽ ചെയ്യാത്ത? മലയാളത്തില് ഇതുവരെ കിട്ടിയിട്ടില്ല. മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്ന് കൊടുക്കണേ, നിനക്ക് ഒരുപാട് സീരിയലുള്ള ആളല്ലേ? എന്തായാലും നമ്മുടെ ഈ ഷോയിലെ പാർട്ടിസിപ്പേഷൻ പെർഫോമൻസ് കാണുമ്പോൾ മലയാള സീരിയലിൽ നമുക്ക് ഉടൻ ശ്രീനിധിയെ പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ്. അടുത്ത ആള് താങ്ക്സ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആളാണ് നിൻസി. നിൻസി നമുക്കറിയാം, ഒട്ടുമിക്ക മലയാള സീരിയലിലും എല്ലാ ചാനലും പടർന്നു പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിനൊക്കെ സമയം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബോയിലും വരാൻ പറ്റിയത്? എനിക്ക് ആക്ച്വലി പ്രോഗ്രാം കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമായി എനിക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് പ്രോഗ്രാം വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള ഒരു തൊര. ഓക്കെ, ആ തൊരയുണ്ട്. എന്നിട്ട് എന്തേ ഇവന്റെ ടീമിൽ ചാടിപ്പോയി? അറിയാതൊന്നും പെട്ടുപോയി. മാമന്റെ മുത്തേ ഡോണ്ടോ അങ്ങനെ Sorry, പറയരുത്. മാമ, sorry, sorry. നമ്മൾ തകർക്കാനുള്ള ആൾക്കാരാണ്. ഓക്കെ, തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് എന്റെ നാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നൊരു ബസ്സിന്റെ പേരാ നിർമ്മല. നിർമ്മല, വളരെ ശാലീനതയുള്ള പേര്. മലയാളിയാണോ? No. From Tamil Nadu. From തമിഴ്നാട്. അപ്പൊ കുറച്ച് പേർക്കും. അപ്പൊ നിങ്ങ തമിഴ്നാട്ടിൽ എന്താ ഊര്? തമിഴ്നാട്ടിലെ from Chennai. ഫ്രം ചെന്നൈ. ചെന്നൈയിൽ എന്താ ഊര്? കോടമ്പാക്കം. കോടമ്പാക്കം. എന്താ സ്ട്രീറ്റ്? അത് എനിക്ക് വേണ്ട. കോടമ്പാക്കം എനിക്ക് നല്ല தெரியும். സിനിമാക്കാരെല്ലാം അங்கത്താ തമ്പടിച്ചിരിക്കറേ. അപ്പൊ உங்களுக்கு മോഹൻലാലും മമ്മൂട്ടി ഒന്നും தெரியாது. I know him. അത് എനിക്ക് പുരിഞ്ചത്. എടാ, അവരെ എല്ലാരും അറിയാം, നിന്നെ പോലൊരു ഊളെ അവർക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ടീം എയും ടീം ബി ഗംഭീരമായിട്ട് വരും. പക്ഷെ കുറച്ച് ആൾക്കാർ ഇവിടെ ചെന്നൈ എന്നാണ്. കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലാവും സി കേരളത്തിന്റെ നമ്മുടെ ബോയ് ഷോ എവിടെയൊക്കെ വേവിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന മലയാളികളുടെ ഇടയിലാണ് ഈ ഷോ അധികം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മാത്രമല്ല, ചെന്നൈന്ന് വരെ ഈ ഷോ കണ്ടിട്ട് വരാൻ താല്പര്യമാണ്. ബിഗ് താങ്ക്സ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു അത്യുഗ്രമായിട്ടുള്ള ഗെയിമാണ് എന്താ സൂരജ്? നീ പോ മോനെ ദിനേശ. അപ്പൊ ഇലക്ഷൻ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇലക്ഷന്റെ നാളുകളാണ്. അതിന്റെ തീപാറുന്ന പ്രചരണങ്ങളൊക്കെ നടക്കുന്ന കസേരയ്ക്ക് കസേരക്ക് വേണ്ടിയിട്ട് അടി കൂടുന്നത്. എനിക്ക് കസേര കിട്ടിയില്ല, എനിക്ക് കസേര കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയമാണ്. സോ കസേര കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം. മാത്രമല്ല, ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാർ ആ കസേര വിട്ടു പോകാൻ തയ്യാറുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു കസേര ഇവിടെ തരും. പക്ഷെ അതിനു മുന്നേ ഞാൻ ആദ്യം ഗെയിമിലേക്ക് 2 വ്യക്തികളെ ക്ഷണിക്കുകയാണ്. കാരണം എന്നിട്ട് മാത്രമേ ഗെയിമിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു ഐശ്വര്യ. ടീം ബിയിൽ നിന്ന് നിർമ്മല. ടീം എയിൽ നിന്ന് ടീം ബിയിൽ നിന്ന് ഐശ്വര്യം നിർമ്മല അവിടെ നിന്ന് കഴിഞ്ഞു. പക്ഷേ ഇനിയാണ് നമ്മൾ ഗെയിമിനെ കുറിച്ച് അറിയാൻ പോകുന്നത്. നീ പോമോനെ ദിനേശിൽ നമ്മൾ കാണുന്ന ഒരു സ്കോർ ബോർഡാണ്. ആ സ്കോർ ബോർഡിൽ ആദ്യം കാണുന്ന ഒരു യെല്ലോ സർക്കിൾ ആണ്. യെല്ലോ സർക്കിൾ വി ക്യാൻ സീ 40 പോയിന്റ്സ് ആൻഡ് റെഡ് സർക്കിൾ വി ക്യാൻ സീ കാണാം നമുക്ക് 60 പോയിന്റ്. അതിന്റെ നടുവിൽ ഒരു വൈറ്റ് സർക്കിൾ കാണാം, അതിൽ 80 പോയിന്റ്സ് കാണാം. പിന്നെ 2 തലകൾ കാണാം. ആ വയർമാർക്ക് തല വെച്ചിരിക്കുന്ന ഈ 2 പേരിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 തലയ്ക്കും വലിയ വിലയുണ്ട്. കാരണം ഒരു തല ഓപ്പോസിറ്റ് ടീമിന്റെ തലയിലാണ് നിങ്ങളുടെ കയ്യിൽ തരുന്ന ഇങ്ക് ബോൾ എറിയുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 100 പോയിന്റ്സ്. പക്ഷേ സെയിം ടീമിലാണ് നിങ്ങൾ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 പോയിന്റ്സ് ആണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട കസേര. ഈ കസേരയുടെ പ്രത്യേക സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സുറന്ന് പോകുന്ന കസേരയാണ്. നിങ്ങളുടെ കയ്യിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇങ്ക് ബോൾ തരും. പോകുന്ന പോക്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് ആ ബോൾ സ്കോർ ബോർഡിൽ ത്രോ ചെയ്യുക. എവിടെയാണോ വന്ന് പതിക്കുന്നത് ആ കാണുന്ന പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഗെയിമിന്റെ റൂൾസ് എല്ലാം മനസ്സിലായല്ലോ? ഓൾ സെറ്റ്. അപ്പൊ ഞാൻ നമ്മുടെ പോമോനെ ദിനേശയിൽ ആദ്യം വിളിക്കുന്നത് ആലീസ്. അപ്പൊ നേരെ ഉന്നം പിടിക്കുക. റൈറ്റ് സൈഡിലാണ് നമ്മൾ ഓപ്പോസിറ്റ് ടീം നിൽക്കുന്നത്. നമ്മുടെ സെന്റർ പോർഷനിൽ നമ്മൾ കാണുന്ന 80 മാർക്കാണ്. ഓൾ സെറ്റ്, റെഡി? ലെഫ്റ്റ് സൈഡിൽ എറിഞ്ഞോ? ഓക്കെ,
യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ 3 2 1 നീ പോ മോളെ. ദിനേശാ അല്ല ഇങ്ങനെ തുള്ളാൻ മാത്രമൊന്നുമില്ല 40 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല സാരമില്ല ഞാൻ സഹിച്ചു. 40ക്ക് വിലയില്ലേ? 40ക്ക് വലിയ വിലയില്ല. എടാ 100 വരുമ്പോൾ 40ക്ക് എന്ത് വില കുട്ടി? നിന്റെ ടീമിൽ നിന്ന് പോയി 0 വാങ്ങിക്കുന്നത് കാണിച്ചു തരാം. എനിക്ക് എന്തായാലും സന്തോഷം, കാരണം ഐശ്വര്യമായിട്ട് ടീം എയിൽ നിന്ന് പോയിട്ട് 40 മേടിച്ചല്ലോ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? എന്താണെന്ന് ചോദിച്ചാല് ബോൾ എറിഞ്ഞു എന്നിട്ട് താഴോട്ട് പോകുന്നതാണ്. അതാണ് ഭയങ്കര എക്സ്പീരിയൻസ്. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. 40 ഞാൻ 80 എടുക്കാൻ പറഞ്ഞിട്ട് പകുതി എടുത്ത് എന്തേ സിസ്റ്റർ? സാരില്ല ആലീസ്, ഒരു കുഴപ്പമില്ല. താല്പര്യമില്ല. ഞാൻ സമാധാനിപ്പിച്ചതാടേ. ആരെങ്കിലും വന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്നെ എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ അവരെ കർണക്കുട്ടിയെ പറ്റിക്കണ്ടേ? പൊക്കോളൂ. ശരി വരും. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ടീം ഒരു 40 പോയിന്റ് കേടി നിങ്ങൾ അങ്ങേയറ്റത്തെ ആർഭാടാക്കിയിട്ട് ചെയ്തു. ഇനി 80 പോയിന്റ് നേടാൻ പോകുന്ന എന്റെ തങ്കക്കുടത്തിനെ ഞാൻ വിളിക്കുകയാണ് ശ്രീനിധി. ശ്രീനിധി അപ്പൊ നല്ല ഫോഴ്സിൽ അറിയാ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ 3 2 1 നീ പോ മോളെ. ദിനേശ ഇവിടെ എന്താണ് നടന്നത്? ഇവിടെ ആളുണ്ട്. ഇതാരാടാ? മാമന്റെ മോൾ. മാമന്റെ മോളിൽ എവിടെ പോയിട്ട് വന്നു? മാമന്റെ മോള് ചന്ദ്രനിൽ പോയി വന്നു. ചന്ദ്രനിൽ പോയിട്ട് വന്നു. എന്ത് ചെയ്യുന്നു? അല്ല ഒരു നിമിഷം ഞാൻ എവിടെ പോയടാ? ഒരു നിമിഷം എന്താ സംഭവിച്ചത്? ഒരു നിമിഷത്തിനിടയിൽ 60 പോയിന്റ് കിട്ടി. 60 പോയിന്റ് കിട്ടിയോ? ഞാൻ അറിഞ്ഞില്ല, എന്തോ പറ്റിയോ? നീ അറിയില്ല. അത് അങ്ങനെയാണ്. അത് പൊതുവെ അങ്ങനെ സംഭവിക്കും. എന്താ അവിടെ സംഭവിച്ചത് പറയൂ. അവിടെ എന്താ സംഭവിച്ചത് പറഞ്ഞു കൊടുക്കും. അവിടെ പോയപ്പോ എനിക്കറിയത്തില്ല എന്താ സംഭവം. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന അറിഞ്ഞില്ല. സ്ലോ മോഷനിൽ കൊണ്ടുവന്നു ചോദിച്ചോ? ഇതെന്തോന്ന്? പക്ഷേ ഇത് സ്ലോ ആയിരുന്നെങ്കിൽ നമ്മൾ 100 വാങ്ങിയല്ലേ? അതെ. ഓക്കെ, അപ്പൊ ടീം ബിയും 60 പോയിന്റ് നേടിയിരിക്കുകയാണ്. ടീം ബി എന്നല്ല, ടീം ബി 60 പോയിന്റ് നേടി. നിന്റെ ടീം 40 പോയിന്റ് ആണ്. പക്ഷെ സൂരജ്, ഞാൻ ഒന്നും കണ്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം കണ്ടടാളെ, ഈ കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നടാ. പക്ഷെ എനിക്കൊരു ചാൻസ്. എന്തോന്നേ നിനക്ക് പോയിന്റ് നിന്റെ സ്വന്തം ടീമിൽ വെച്ചിട്ട് ഗെയിം ജയിക്കാൻ നോക്കണം. റെഡിയാണോ? മാമന്റെ മോളെ കളിച്ചോ. മ്യൂസിക് മ്യൂസിക് പ്ലീസ്. പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ. ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. അവിടെ ഇരിക്കും. അളയാ, അവിടെ ഇരിക്കും. എന്തൊക്കെ സംഭവിച്ചടാ ഇവിടെ? ഇതെന്താണ്? ഞാനെന്റെ പ്രേമത്തിലെ ജോർജാ. അതല്ലേ, എനിക്ക് ഫുൾ ഹാങ് ഓവർ ആയി പോയി. നിനക്ക് ഹാങ് ഓവർ ആവും. നിനക്ക് ഇതൊക്കെയാണല്ലോ ഓവറാണ്. നീ ടോട്ടലി ഓവറാണ്. ടോട്ടലി ഓവറാണ് കുട്ടി. താങ്ക് യു.
മോളെ ഞാൻ വേറൊന്നും കൊണ്ടല്ല നിന്നെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയത്. ഇവന് ഡിസ്കിന് കംപ്ലൈന്റ് ആണ്, അധികം ഭാരം എടുത്ത് പൊക്കാൻ പാടില്ല. ഒരു കുഴപ്പമില്ല, എനിക്ക് പെൺകുട്ടികളെ പൊക്കുമ്പോൾ ഡിസ്കോ ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ ഈ ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ആൾക്ക് കുറച്ചു നേരം ഒന്ന് തടവാനുള്ള സമയം കൊടുക്കണം. എനിക്ക് അതിനുള്ള സമയത്തിന്റെ ആവശ്യമുണ്ട്. ആ സന്തോഷം എനിക്ക് ആ കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. This is Boing Boing Co-powered by Damro Furniture. Have a short break. Boing boing. Boing boing. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ് Co-powered by Damro Furniture. സൂരജ്, മത്സരത്തിന്റെ ആദ്യ സെഗ്മെന്റിൽ രണ്ടുപേർ ഇറങ്ങി മത്സരിച്ചു. അത്യാവശ്യം പോയിന്റ്സ് കിട്ടി. പക്ഷേ ആ മത്സരത്തിന്റെ തുടക്കം ഇനിയും തുടങ്ങുകയാണ്. ലെറ്റ്സ് വെൽക്കം ടീം എ, ലവ്ലി ലേഡി മെറിൻ. ബോൾ എടുക്കുക. ആകാശത്ത് പറക്കുന്ന ഒരു പക്ഷിയെ കാണുന്നുണ്ടോ? Ready? All set? All the best? Your time starts now. 3, 2, 1. നീ പോ മോളെ. ദിനേശ, ഓക്കെ, ഇതെന്താ പറ്റിയവിടെ? ഇവിടുന്ന് പോകുമ്പോ കുഴപ്പമില്ല, പക്ഷെ അവിടെ ആ ഒരു മിഡിലൊക്കെ ആകുമ്പോ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് അവിടെയുള്ള മുഖങ്ങളൊന്നും കാണാൻ ആ പറ്റില്ല. വയറ് കണ്ടില്ല. ഒരു മിനിറ്റ് അവിടെ നിന്നപ്പോ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. അപ്പൊ അതാ സിനിമ കണ്ടു കഴിഞ്ഞാൽ മാറിക്കോളും. ഓക്കെ, തട്ടത്തും അപ്പൊ എന്തായാലും നമുക്ക് നേടാൻ പറ്റിയത്. ഓക്കെ, well we need to come back. Yes, Okay? we will. Okay, all the best. You need to go back now. Go. आपका टीम में दो आदमी गया and both 40 point मिला. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്റെ ടീമിന് 40 പോയിന്റ് രണ്ട് ടീം പോയിട്ട് ഇതിനാണ് കിട്ടിയ നീ ഇങ്ങനെ നടന്ന് വളവളന്ന് പറഞ്ഞത്. CTV എന്ന് പറയുന്ന ഹിന്ദിയിലൊക്കെ ഉള്ളതല്ലടാ. ഹിന്ദിക്കാരൊക്കെ എന്നെ കണ്ടിട്ട് അവരുടെ ചാനലിലേക്ക് വിളിച്ചുകൊണ്ടുപോയാലോ. ഹിന്ദിക്കാരൻ നിന്നെ കണ്ട് അപ്പോൾ ചാനൽ മാറ്റുമെന്ന് എന്റെ പേടി. അല്ലല്ല, അങ്ങനെയില്ല. എന്റെ ഹിന്ദി കേട്ടിട്ട് ചിലപ്പോൾ വിളിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വീണ്ടും ഒരു 80 പോയിന്റ് നേടാൻ വേണ്ടിട്ട് ഐ എം ഇൻവൈറ്റിംഗ് മൈ ഡിയർ മാമന്റെ മോൾ നിൻസി. பம்பரா கண்ணாலே குத்த வந்தாலே பம்பரா கண்ணாலே பச்சை குத்த வந்தாலே பத்திக்கு ஜதகம் முன்னாலே மச்சானே வாயேடா மச்ச தெச்சி போயேடா அச்சார வந்த தாயேடா. സൂരജ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നീ എപ്പോഴും ഈ മാമന്റെ മോൾ എന്ന് പറയുന്നത് ഇന്നാണ് അർത്ഥം. മാമന്റെ മോൾ ആ തൊട്ടിൽ കൊണ്ടുപോകുന്ന പോലെ കൊച്ചിനെ കൊണ്ടു. എനിക്കത് വാത്സല്യമാണ്, സ്നേഹമാണ്. വാത്സല്യമാണ്. ആ ഒരു സ്നേഹമല്ലേ, മാമന്റെ സ്നേഹമല്ലേ. മാമനല്ലേ അപ്പം? പക്ഷെ നിന്റെ കൈ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവിടെ പോയിട്ട് പൂജ്യം കാണുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാമന്റെ സ്വഭാവം മാറും. എടുത്ത് തറയിൽ ഒറ്റ കിടക്കാം. കാലുമാരി തറയിലടിക്കും ഞാൻ. ഓക്കെ, പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം മാമന്റെ മോളെ ദേ ഇപ്പുറത്താണ് ആ തല. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1. നീ പോ മോളെ. ദിനേശ. இந்த பொண்ணுங்களே இப்படித்தான் புரிஞ்சு போச்சுடா, அவங்க கண்ணு நம்ம கல்லறன்னு தெரிஞ்சு போச்சுடா, பின்னால சுத்த வச்சு. ഞങ്ങൾക്ക് ഗതച്ചു പോയി, ഞാൻ തളർന്നു. ഈ പിള്ളേർക്ക് ഞാൻ ഒരു- ക്ഷീണിച്ചു. മാമന്റെ മോക്ക് ഭയങ്കര കനമുണ്ട് കേട്ടാ. ഈ പിള്ളേർക്ക് ഒരു മര്യാദയില്ല. ഇവന്റെ ടീമിൽ വന്നിട്ട് പിള്ളേർ വഷളായി. ടീം മാറണോ? വേണ്ട, മോളെ, വേണ്ട. ഈ എനിക്ക് ടീം ബി ടീം മതി. ബി ടീം മതി. അപ്പൊ മാമന്റെ മുത്ത എങ്ങനെ ഉണ്ടായിരുന്നു ആ പോക്ക്? അയ്യോ, ഇടിലായിരുന്നു. കിടലാണ്, സൂപ്പറായിരുന്നു. അപ്പൊ മാമന്റെ രണ്ട് മക്കളും ചേർത്ത് നേടിയത് 140 പോയിന്റ് ആണ്. പൊളിച്ചു. ശരി, പൊസിഷനിലേക്ക് പോ. മക്കളെ, അവിടെ നിന്ന് കാല് കഴിക്കാതെ രണ്ടുപേരും ഇറങ്ങി വന്നാട്ടെ. നിങ്ങൾ ഈ മാമന്റെ മക്കൾ വന്നപ്പോഴും നമ്മുടെ ടീം വന്നപ്പോഴും എന്തായിരുന്നു ഫീൽ? ഭയമായിരുന്നു. എന്താ ബോൾ ഹിറ്റ് പണത് ഭയം പെട്ടിട്ട് ഇരുന്നേ. ഓക്കെ, നീങ്ക I was closing my eyes. ക്ലോസിംഗ് മൈ ഐസ്. ഒന്നുമേ കണ്ടില്ല. അപ്പൊ അവിടെ നടന്നത് ഒന്നുമേ തെരിയില്ലേ? അന്ത ഭയത്തോടെ ടൈമില് ഭയത്തിലായിരുന്നോ? എന്തായാലും ടീം എ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. എന്തായാലും മാമന്റെ മക്കൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. ടീം ബി നേടിയിരിക്കുന്നത് 140 പോയിന്റ്. 140 പോയിന്റ്സ്. ബോയിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് നീ പോകുമ്പോൾ ദിനേശ കഴിയുമ്പോൾ ചെറിയൊരു ക്ഷീണം ടീം എക്ക് സംഭവിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് ഐഡിയാസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ചെറിയൊരു സമയത്തിന്റെ ആവശ്യമുണ്ട്. ദിസ് ഈസ് ബോയിങ് Co-powered by Damro Furniture. Have a short break. Boing boing.
Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നീ പോ മോനെ ദിനേശ കഴിഞ്ഞു. ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തൊട്ട് പുറകിൽ നിൽക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് പോവാം. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ പോയിന്റ് മാറ്റണം. ഷുവർ? പ്രോമിസ്? ഓൾ ദ ബെസ്റ്റ് യു ഗൈസ്. യെസ്. അപ്പോൾ ഈ റൗണ്ടിന്റെ പേരാണ് തോമസ് കുട്ടി വിട്ടടാ. ഈ തോമസ് കുട്ടി വിട്ടോട റൗണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ കാണുന്നത് ഒരു റോളിംഗ് ട്യൂബാണ്. രണ്ട് സൈഡിൽ ഹാമർ അടിക്കിയിരിക്കുന്നതാണ്, മിഡിലായിട്ട് ഒരു ഡോങ് തൂക്കിയിരിക്കുന്നതാണ്. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് റൺ പറഞ്ഞതിന് ശേഷം മാത്രം ഓടുക. മാത്രമല്ല പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മുടെ പുതിയ സെഗ്മെന്റ് ആണ് പണിഷ്മെന്റ്. അഥവാ നിങ്ങൾ അടിച്ചില്ല, ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഇവിടെ നല്ല ഗംഭീരമായിട്ട് വരും. മനസ്സിൽ ഉറപ്പിച്ചോ എന്ത് വന്നാലും ഡോങ് അടിക്കണം, ഇല്ലെങ്കിൽ അടാറ് പണിഷ്മെന്റ് ആയിട്ട് ബില്ല് വരും. ബില്ലുവിന്റെ കയ്യിൽ മലപ്പുറം കത്തി മുതൽ അങ്ങ് മെഷീൻ ഗണ്ണ് വരെ ഉണ്ട്. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ കിടപ്പുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ തോമസ് കുട്ടി വിട്ടോട മത്സരത്തിൽ ആദ്യം വരുന്നത് ടീം എയിൽ നിന്ന് ആലീസ് ആൻഡ് ടീം ബിയിൽ നിന്ന് ശ്രീനിധി. ചോദ്യം പറയട്ടെ, ഒരു സിമ്പിൾ ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പല്ലുണ്ട് പക്ഷെ കടിക്കാൻ പറ്റില്ല, എന്താണത്? പല്ലുണ്ട് പക്ഷേ കടിക്കാൻ സാധിക്കില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, run. തോമസ് കുട്ടി വിട്ടണ റൗണ്ടിൽ ആലീസ് ആണ് ഡോങ് ആദ്യം ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ചോദ്യം, പല്ലുണ്ട് പക്ഷെ കടിക്കാൻ പറ്റില്ല, ഉത്തരം എന്താണ്? മുരുക, ഈ കുട്ടി പറഞ്ഞ ഉത്തരമെല്ലാം ശരിയാണോ? ടീം ഏതായിരിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. പക്ഷേ നമ്മുടെ പണിഷ്മെന്റ് സെഗ്മെന്റ് ടീം ബിക്ക് കിട്ടുന്നതാണ്. ആലീസ് അതുകൊണ്ട് കയറി വന്നു. അശോകന് ക്ഷീണമാവാം. ശ്രീനിധി, പണിഷ്മെന്റ് എല്ലാം റെഡിയാണ്. ഒന്ന് മലപ്പുറം കത്തി, രണ്ടാമത്തത് ചുറ്റികയുണ്ട്, ചുറ്റിക, പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള പഴുതാര, പിന്നെ ഉള്ളത് മുളക് വെള്ളമുണ്ട്. ഇതിൽ ഏതെങ്കിലും വേണോ അതോ ഡാൻസ് വേണോ? ഡാൻസ് മതി. മ്യൂസിക് പ്ലീസ്. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നായിട്ട് ടീം എയിൽ നിന്ന് മെറിൻ ആൻഡ് ടീം ബിയിൽ നിന്ന് നിൻസി. ചോദ്യം ഇതാണ്, മഴ വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങുന്നത് എന്ത്? മഴ വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങുന്നത് എന്ത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, റൺ. ഓടുക മെറിൻ, സ്പീഡ്. സ്പീഡ്. ഏയ്, ഡോങ്ങിൽ ഹാമർ വലിച്ചെറിയാൻ പാടുള്ളതല്ല. രണ്ടുപേർക്കും ചാൻസ് പോയിരിക്കുകയാണ്. ഡോങ്ങിൽ ഒരിക്കലും ഹാമർ എറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ കാര്യം നിങ്ങൾ ഡോങ് എറിഞ്ഞതുകൊണ്ടാണ് പണിഷ്മെന്റ്. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പോകണം നമ്മൾ. മഴ വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങുന്നത് എന്ത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, റൺ. എറിയരുതെന്ന് മലയാളത്തിൽ പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞു? അവിടെ എത്തിയപ്പോ കാലി ചെറിയപ്പോയി. അപ്പൊ എന്തായാലും നല്ല പണിഷ്മെന്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മെറിൻ വരൂ മൈക്കിന്റെ പൊസിഷനിലേക്ക്. മഴ വരുമ്പോൾ മുകളിലേക്ക് പൊങ്ങുന്നത് എന്ത്? കൊട, മുരുക, അംബ്രല.
തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ രണ്ടാമത്തെ സെഗ്മെന്റിലും ടീം എ നേടിയിരിക്കുന്ന 50 പോയിന്റ്സ് ആണ്. ടോട്ടൽ 100 പോയിന്റ്സ് ആണ്. പക്ഷേ നമ്മുടെ ബോയിന്റെ പ്രധാന ആചാരം ഇതുപോലുള്ള തെറ്റുകൾ സംഭവിച്ചാൽ പണിഷ്മെന്റ് കട്ടകട്ടയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാമന്റെ മോളെ ഒറ്റയ്ക്ക് പണിഷ്മെന്റ് വാങ്ങിക്കോട്ടാ. 10 തവണ മുങ്ങി എഴുന്നേക്ക്. 10 തവണ. യുവർ ടൈം സ്റ്റാർട്ട്. 1 2 3 4 5 6 നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി തുടങ്ങേണ്ടി വരും. 7 8 8 9 10. 10. അപ്പൊ 2 ടീമിൽ നിന്ന് 2 പേര് മത്സരിച്ചു. ഇവരുടെ ടീം പോയിന്റ് നേടി. നമ്മൾ ഇപ്പോഴും അതുപോലെ ഇരിപ്പുണ്ട്. ഓക്കെ. സോ ലാസ്റ്റ് ഒരാളെ കൂടി വിടും 2 ടീമിൽ നിന്നും. ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു ഐശ്വര്യ. ആൻഡ് ടീം ബിയിൽ നിന്ന് നിർമ്മല. നിങ്ങൾക്ക് ഒരു ടങ് ട്വിസ്റ്റർ ആണ് തരാൻ വേണ്ടി പോകുന്നത്. ഡോങ് അടിച്ചതിന് ശേഷം ആദ്യം അടിക്കുന്ന ആളോടായിരിക്കും ആ ഒരു ചോദ്യം ചോദിക്കുക. റെഡി? 3 2 1 റൺ. ஐஸ்வர்யா, இது வந்து சின்ன ஒரு ஒரு டங் ட்விஸ்டர் தான். கேட்டு கேட்டு ட்ரை பண்ணுங்க. ப்ளம் பன், பிளெயின் பன், ஜாம் பன். ப்ளம் பன், plain bun, jam bun. Plum bun, plain bun, jam bun. Plum bun, plain bun, jam bun. Plum bun, plain bun, jam bun. Fast. Plum bun, plain bun, jam bun. Plum bun, plain bun, jam bun. Plum bun. മതി കുറേ പറഞ്ഞല്ലോ. വെരി ഗുഡ്. മുരുക, ഞാൻ ഈ കുട്ടിക്ക് മാർക്ക് കൊടുക്കട്ടെ? എനിവേസ് ടീം എ വീണ്ടും 50 മാർക്ക് നേടിയിരിക്കുകയാണ്. ഈ തോമസ് കുട്ടി അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ ടീം എ ടോട്ടൽ നേടിയിരിക്കുന്നത് 150, ടീം ബി 0. പക്ഷേ തൊട്ട് മുന്നത്തെ പണിഷ്മെന്റ് വേണ്ടേ? അപ്പൊ എന്താണ് ആ പണിഷ്മെന്റ്? ബില്ല് വരോ? ഇതിലേത് സെലക്ട്? இதெல்லாம் மிக்ஸ் பண்ணதா. This is watermelon, this is pista juice, this is mango juice, this is grape juice. I need apple juice. Apple juice is apart from this. You can choose one from this. ഓക്കെ, സെലക്ട് ചെയ്യും. എത്ര കഷ്ടപ്പാടാ ഇംഗ്ലീഷ് പറയാ. ഓക്കെ, കുട്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിസ്ത ജ്യൂസ് ആണെന്ന് തോന്നുന്നു. പിസ്ത സുമാക്കിറ സോമാരി ജമ്മാക്കിറ അടിപൊളി പിസ്ത തന്നെ. കൊടുക്ക് കുട്ടിക്ക്. ഇത് പിസ്ത തന്നെ കേട്ടോ. സംഭവം പിസ്ത തന്നെ. പിസ്ത. ഇത് ഇവനാദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. This is കുറച്ച് ടേസ്റ്റ് കൊടുക്കണം. നിനക്ക് എപ്പോഴും കുടിച്ചിട്ട് ബാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഓക്കെ ഓക്കെ. സ്ട്രോ വേണമാ? This is ginger. Yeah, it's very good for health. Very good. നല്ലൊരു കൈയടി പ്ലീസ്. നീ പോകുമ്പോൾ ദിനേശും തോമസ് കുട്ടി മത്സരം കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 230 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി. ആൻഡ് ടീം ബി 140 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഈ റൗണ്ടിൽ നമ്മൾ പോയിന്റ് ഒന്നും നേടിയില്ല. പക്ഷേ അടുത്ത റൗണ്ടിൽ we will score 600 points. ഓക്കെ, ഈ പണിഷ്മെന്റ് ബോക്സും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗെയിമിലേക്ക് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈമിന്റെ ആവശ്യമുണ്ട്. ദിസ് ഇസ് ബോയിങ് co-powered by ലാസ ഐസ്ക്രീം ആൻഡ് ഡാമറോ ഫർണിച്ചർ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Yes, welcome back to the show. This is Boing co-powered by Damro Furniture. ബോയിങ്ങിലെ ഏറ്റവും പ്രത്യേകതയും ആസ്വദിക്കുന്നത് കണ്ടസ്റ്റൻസ് ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഗെയിമാണ് താമരശ്ശേരി ചുരം. സോ താമരശ്ശേരി ചുരം കയറാൻ വേണ്ടി പോവാണ്. താമരശ്ശേരി ചുരമാണ് ഈ കാണുന്നത്. ഒറിജിനൽ താമരശ്ശേരി ചുരത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി വെച്ച കാഴ്ചയാണിത്. All set? Ready? Got it?
All the best to you guys. All set? Ready? Your time starts now. 3, 2, 1, Go. go. First step പിടിക്കൂ. Super. കാലിൽ പിടിച്ച് തള്ളേ. Careful, ball പിടിച്ചോളൂ. അതന്നെ പരിപാടി. ഇല്ല ബോൾ പിടിച്ചോ. ഇല്ല. Very good. പോട്ടെ തള്ളു. Yes. ബോളില്ല ഇവരെ ഹെൽപ്പ്. തിരിച്ചു വരണം. ആലീസ് കയറോ. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time up. ഇനി താമരശ്ശേരി ചുരം ഒരുമിച്ച് ഇറങ്ങാൻ പോവാണ്.
താമരശ്ശേരി ചുരം കയറി ഇറങ്ങി അറുമാദിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. താമരശ്ശേരി ചുരം പലരും കയറി, പക്ഷേ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അവരൊക്കെ താഴെ പോയി. എന്നാലും സാരമില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കയറി പ്ലേ. സൂപ്പർ. നമുക്ക് ഇവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. ആലീസ് പറയൂ. സൂപ്പർ. അതെ, എല്ലാവരും ഇനി ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ കേറണം. അത് കേറി കാണണമെന്ന്. എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തു. ഓക്കെ, താങ്ക് യു. പറയൂ. അഡാർ എക്സ്പീരിയൻസ് ആണ്. അഡാർ എക്സ്പീരിയൻസ്. ഓഫ് കോഴ്സ്. കാരണം ഞാൻ ടിവിയിൽ ഷോസ് കാണുമ്പോ ഞാൻ ഭയങ്കര ഈസി ആയിരിക്കും. ചുമ്മാ ഞാൻ കാലിച്ച് കയറി, പക്ഷെ ഞാൻ കേറിയപ്പോ എന്നെ ചുമ്മാ ചെറുക്കിടുവാ. എന്താണെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, അടുത്ത ആള് പറയൂ. 2 സ്റ്റെപ്പ് കയറുന്ന തന്നെ തറയിടുവാ. ഓക്കെ, അടുത്ത ആള് പറയൂ. നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ശ്രീനിധി എന്റെ ടീമിന്റെ നിധിയാണ്. പിന്നെ പ്രതീക്ഷിച്ചില്ല, രണ്ടുപേര് കയറും പ്രതീക്ഷിച്ചില്ല. എന്താ സപ്പോർട്ട് വേണ്ട, എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം ഒത്തിരി എൻജോയ് ചെയ്തു. അതെ, നല്ല എൻജോയ്. വെരി ഗുഡ്, താങ്ക് യു ഓൾ. പക്ഷേ ഈ എൻജോയ്മെന്റ് മത്സരം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് സ്കോർ അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും സ്കോർ എന്റെ കയ്യിലുണ്ട്. ടീം എ ആദ്യ മത്സരം പോമോനെ ദിനേശ കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. ടീം ബി നേടിയിരിക്കുന്നത് 140 പോയിന്റ്സ് ആണ്. രണ്ടാമത്തെ മത്സരം തോമസ് കുട്ടി വിട്ടോട മത്സരം കഴിയുമ്പോൾ ടീം എ നേടിക്കുന്നത് 150 പോയിന്റ്സ് ആണ്. ടീം ബി 0 പോയിന്റ്സ് ആണ്. പക്ഷേ അവിടെ ഞങ്ങൾ തകർന്നെങ്കിലും മത്സരത്തിന്റെ ഗതി മാറ്റിയ മത്സരമായിരുന്നു താമരശ്ശേരി ചുരം. സ്കോർ എനിവേസ്, എപ്പോഴും നമ്മൾ പറയേണ്ട മത്സരത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഗെയിമാണ് താമരശ്ശേരി ചുരം. അതുപോലെ തന്നെ ആ മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ടീം എ നേടിക്കുന്നത് 200 പോയിന്റ്സ് ആണ്. ടീം ബി നേടിക്കുന്നത് 400 പോയിന്റ്സ് ആണ്. അങ്ങനെ ടോട്ടൽ തീർച്ചയായിട്ടും ഇതിനകത്ത് മത്സരം വിജയിച്ചിരിക്കുന്ന കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഇതിനകത്ത് മത്സരം വിജയിച്ചിരിക്കുന്നത് ടീം ബി ആണ്. 540 പോയിന്റ്. ഗുഡ് ജോബ്. പക്ഷേ നമ്മുടെ മത്സരം അവസാനിക്കുമ്പോൾ ആ ബെസ്റ്റ് പെർഫോമർ ആരെന്ന് അറിയണ്ടേ? അപ്പൊ ഇന്നും ഞങ്ങൾക്ക് പതിവ് പോലെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന് നമ്മുടെ കയ്യിൽ ഫിക്സ്ഡ് ആണ്. ഒരാളുണ്ട്. ആൾ ആരായിരിക്കുന്നു? വല്ല പിടിയുണ്ടോ? ഗസ്റ്റ് ഉണ്ടോ? അയാള് ഒരു നിധിയാണ്. ശ്രീനിധി. The best performer goes to ശ്രീനിധിയാണ്. ശ്രീനിധിക്ക് കിട്ടാൻ പോകുന്ന സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV ആണ്. സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന LED TV സമ്മാനമായിട്ട് ലഭിച്ചു. കൺഗ്രാറ്റുലേഷൻ. സന്തോഷമായോ? എന്തായാലും ബോയിന്റെ മത്സരം വളരെ ആവേശം നിറഞ്ഞു തന്നെയായിരുന്നു, പതിവ് പോലത്തെ ഇന്നത്തെ എപ്പിസോഡ്. പക്ഷെ നമ്മളുടെ മത്സരത്തിന്റെ ബെസ്റ്റ് പെർഫോമർ അങ്ങനെ വെറുതെ വിടാൻ കഴിയോ? നമുക്കൊരു മ്യൂസിക് ഇട്ട് ശ്രീനിധിയുടെ ഒരു ഡാൻസ് ആയാലോ? എനിവേസ്, പതിവ് പോലെ ഈ ആഘോഷത്തിൽ ഒരിക്കലും വിരാമം ഇടാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്കും ആകില്ല എന്ന് ഞങ്ങളുടെ ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കാനുള്ള സമയമാണ്. This is Boing, co-powered by Lasa Ice Cream and Damro Furniture. Signing off, Suraj. Signing off, Deepan Murali. Good night. Bye-bye. Take care.